പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജോ ബൈഡൻ പിന്മാറി. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നാണ് ഈ പിന്മാറ്റം. ഈ ആഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും ബൈഡൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ജോ ബൈഡൻ നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റാണ്. വരുന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്ഥാനാർത്ഥിയായി തീരുമാനമെടുത്ത പ്രചാരണത്തിൻ്റെ ചില ഘട്ടങ്ങളിലേക്കും കടന്നിരുന്നു. വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു തീരുമാനം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു. അദ്ദേഹം മത്സരത്തിൽ നിന്നും പിന്മാറുന്നു. അമേരിക്കയെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ഐസൺ ജോസ്? വിനോദ്, തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നുള്ളൊരു തീരുമാനം എന്ന് തന്നെ കണക്കാക്കാവുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം തന്റെ നിലപാട് വളരെ കൃത്യമായി ഒരു കുറിപ്പിലൂടെ, ഒരു പത്രക്കുറിപ്പിലൂടെ അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, തന്റെ കാലഘട്ടം കഴിയുന്നതുവരെ പ്രസിഡന്റ് പദവിയിൽ തുടരുകയും അതിൽ ശ്രദ്ധ ചെലുത്തുകയും പിന്നീട് വിടവാങ്ങുകയുമാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, സെനറ്റിലെയും ഹൗസ് ഓഫ് കോമൺസിലെയും നിരവധി അംഗങ്ങൾ ജോ ബൈഡന്റെ പിന്മാറ്റം അനിവാര്യമാണ്, വിജയം സാധ്യത ഒട്ടുമില്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വിമർശനം ഉയർത്തിയിരുന്നു. സെനറ്റ് അംഗങ്ങളിൽ 2-3 പേരും അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസിലെ നിരവധി പേരും ഇത്തരത്തിലുള്ള നിലപാടുകൾ വളരെ കൃത്യമായി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഇദ്ദേഹത്തിന് തന്നെ, അതായത് ജോ ബൈഡൻ തന്നെ പൊതുസമ്മേളനങ്ങളിലെ, അതായത് ഡിബേറ്റുകളിലെല്ലാം തന്നെ, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് അമേരിക്കയിലെ പ്രത്യേകതയായ ഡിബേറ്റുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുകയും തപ്പിത്തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർച്ചയായി അത് ആവർത്തിക്കുകയും ചെയ്തു. സ്വന്തം വൈസ് പ്രസിഡന്റിനെ പോലും തെറ്റിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതോടെയാണ് ട്രംപ് ഒരു ഫിസിക്കലിയും മാനസികവും ശാരീരികവുമായി ഫിറ്റ് അല്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ എന്നൊരു നിലപാടിലേക്ക് പോയത്. അതിനിടെയാണ് ജോ ബൈഡൻ ഇത്തരത്തിൽ ഫിസിക്കലി അൺഫിറ്റ് ആണെന്ന ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് വളരെയധികം മുന്നേറുകയും ചെയ്തു. അതിനിടെ ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതോടെ ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രാഫ് വൻതോതിൽ ഉയരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയൊരു വീഴ്ച, വലിയൊരു തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തിരിച്ചറിവ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും അതുപോലെ തന്നെ ജോ ബൈഡനും ഉറപ്പായും ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പിന്മാറ്റം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, സാധാരണഗതിയിൽ കമല ഹാരിസ് തന്നെയായിരിക്കും ഡെമോക്രാറ്റുകളുടെ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നാണ് സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്റെ കൂടെ നിന്ന ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ തന്റെ സഹപ്രവർത്തകയായ കമല ഹാരിസിനെ നന്ദി അറിയിക്കുന്നു എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അമേരിക്കൻ ജനതയെയും കമല ഹാരിസിനെയും നന്ദി അറിയിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നും ചില സൂചനകളെല്ലാം തന്നെ അമേരിക്കയുടെ രാഷ്ട്രീയവുമായി നിരീക്ഷിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് തന്നെ ആയിരിക്കും എന്നൊരു സൂചന തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളെല്ലാം തന്നെ ആവർത്തിക്കേണ്ടി വരും. എന്ത് തന്നെയായാലും ട്രംപ് നേടിയ ഒരു മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ തകർക്കാൻ സാധിക്കുക അസാധ്യമെന്ന നിലപാടിൽ തന്നെയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിരോധം ശക്തമാക്കുക, വലിയൊരു വീഴ്ച ഇല്ലാതാക്കുക എന്നൊരു നിലപാടിന്റെ ഭാഗമായി കൂടിയാണ് ഈ പിന്മാറ്റം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധിയായ പ്രഷർ ജോ ബൈഡന് നേരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിലാണ്, അതായത് 2 ദിവസം മുമ്പാണ് അദ്ദേഹം കോവിഡ് ബാധിതൻ കൂടിയായത്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് സ്വന്തം പാർട്ടിക്കകത്തു നിന്ന് തന്നെ ശക്തമായ വിമർശനം ഉണ്ടാവുകയും അത് പലയിടങ്ങളിലും അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തതോടെ അത് ഏതാണ്ട് അടിവരയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോ ബൈഡൻ പിന്മാറിയത്. മറിച്ച് അതേസമയം തന്നെ ജോ ബൈഡന്റെ പിന്മാറ്റം ഒരു അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടിയും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഭരണപരമായ പല നേട്ടങ്ങളും അദ്ദേഹം വളരെ കൃത്യമായി ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ഒരു ദശലക്ഷം പ്രായം ചെന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ തോക്കുമുഖമായി ബന്ധപ്പെട്ട നിയമങ്ങൾ 30 വർഷമായി കാത്തിരുന്ന, അല്ലെങ്കിൽ അതിന്റെ ഡ്രാഫ്റ്റുകളുമായി നടന്നുകൊണ്ടിരുന്ന തോക്ക് ഇഷ്യൂ ചെയ്യുന്ന സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ ഏറെ വിമർശനമേൽക്കേണ്ടി വന്ന തോക്ക് നിയമം കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള വലിയ നേട്ടങ്ങളെല്ലാം തന്നെ അദ്ദേഹം എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ സാധിച്ചു എന്ന് വീണ്ടും അദ്ദേഹം പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇനി നവംബർ
ആദ്യവാരത്തിലായിരിക്കും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുക. അതുവരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള സൂചനകളാണ് വരുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് സ്ഥിരീകരിക്കുകയും സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ ഡിബേറ്റുകളിലേക്കും ചർച്ചകളിലേക്കും കാര്യങ്ങൾ പോകേണ്ടി വരും. ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എന്ത് തന്നെയായാലും ഡൊണാൾഡ് ട്രംപിനെ നേരിടാനുള്ള ഒരു സ്ഥൈര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു കൃത്യമായ നീക്കം നടത്തുന്നതിനുള്ള ഒരു മനസാന്നിധ്യം അല്ലെങ്കിൽ ഒരു വിജയ സാധ്യത ഡെമോക്രാറ്റുകൾക്ക് കുറവാണ് എന്ന് തന്നെയാണ്. അതെ, അത് തന്നെയാണ് ഐസൻ ജോസ് പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഡൊണാൾഡ് ട്രംപിനെ നേരിടുന്നതിൽ തനിക്ക് അതിന് തക്ക ശക്തി ഉണ്ടാകുമോ എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ജോ ബൈഡൻ ഉണ്ടായോ എന്നൊരു സംശയം നമുക്ക് ഈ അവസരത്തിൽ ഉയരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വെടിയേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും നിലവിലുള്ള US പ്രസിഡന്റാണ് ഈ ജോ ബൈഡൻ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ക്രമസമാധാന പാലനം അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ട ഒരു പ്രസിഡന്റ് എന്നുള്ള വലിയൊരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് ട്രംപിനെ പോലെ മുൻ പ്രസിഡന്റായിട്ടുള്ള ആളിന് പോലും കൃത്യമായി സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വലിയ പതനം തന്നെ തനിക്കുണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ജോ ബൈഡൻ്റെ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എന്ന് കണക്കാക്കണ്ടേ ഐസൺ? തീർച്ചയായും ജോ ബൈഡന്റെ തീരുമാനത്തിൽ ഈ ഒരു ഭരണപരാജയം എന്ന് തന്നെ, അതായത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ആ രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന്, അതായത് അമേരിക്കൻ പ്രസിഡന്റുമാർക്കും മുൻ പ്രസിഡന്റുമാർക്കും അതിശക്തമായ സുരക്ഷ, ലോകോത്തരമായ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഈ സുരക്ഷ ഒരുക്കുന്നതിലെ പാളിച്ച ഉണ്ടായി ഈ ഒരു വ്യക്തി 20 വയസ്സുകാരൻ ഒരു തോക്കുമായി മാരകായുധവുമായി, അതായത് നമ്മളുടെയൊക്കെ സൈന്യം ഉപയോഗിക്കുന്ന, ഭാരതത്തിൽ ഉൾപ്പെടെ സൈന്യം ഉപയോഗിക്കുന്ന SLR ഗണ്ണുമായി അയാൾ ഈ യോഗസ്ഥലത്ത് എത്തുകയും ചെയ്തു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. സ്വാഭാവികമായും ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയായി തന്നെ കണക്കാക്കപ്പെടും. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ സേനാംഗങ്ങൾ, അതായത് സീക്രട്ട് സർവീസസ് സുരക്ഷാ സേനാംഗങ്ങൾ ശക്തമായി തിരിച്ചടിക്കുകയും ഈ വെടിവെച്ച ആൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ അറ്റംപ്റ്റ് നടത്തിയത് എന്ന് സംബന്ധിച്ചൊരു കൃത്യത ഇതുവരെ ലഭ്യമാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. ഐസൺ, അതേപോലെ മറ്റൊരു വാർത്ത, നേരത്തെ ഐസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതോടൊപ്പം പുറത്തേക്ക് വരുന്നു. കമല ഹാരിസ് ആയിരിക്കും സ്ഥാനാർത്ഥി, ജോ ബൈഡന് പകരം കമല ഹാരിസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയ ചരിത്രം തന്നെയാകുമല്ലോ. ഒരു വനിത തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പ്രത്യേകിച്ചും വൈസ് പ്രസിഡന്റ് പദവിയിലിരുന്ന ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിന് വരുന്നു. അങ്ങനെയാണെങ്കിൽ കമല ഹാരിസും ട്രംപും തമ്മിലുള്ള വലിയ പോരാട്ടം തന്നെയായിരിക്കില്ലേ നടക്കുന്നത്? അതിനിടയിൽ ഒരു കരടായി ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ട്രംപിനോട് എതിർക്കാൻ തനിക്ക് ശക്തിയില്ല എങ്കിൽ ഈ കമല ഹാരിസിനെ തന്നെ മുന്നിൽ നിർത്തിയുള്ള ഒരു പോരാട്ടത്തിനായിരിക്കുമല്ലോ ജോ ബൈഡൻ കളമൊരുക്കുന്നത് ഐസൺ? തീർച്ചയായും വിനോദ്, അത്തരത്തിലൊരു സാഹചര്യം നമുക്ക് ചിന്തിക്കാമെങ്കിലും ജോ ബൈഡന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കത്തിന് അനുകൂലമായ നിലപാട് അദ്ദേഹത്തിന് ഈ കോവിഡ് വന്ന് കിടപ്പിലാകുന്നത് വരെ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. കമല ഹാരിസിന്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കാനോ ഒട്ടും തയ്യാറല്ലാത്തൊരു നിലപാട് അദ്ദേഹം തുടർച്ചയായി ഈ കോവിഡ് വന്ന് വിശ്രമാവസ്ഥയിലാകുന്നതിന് മുൻപ് വരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, പലയിടങ്ങളിലും ഇത്തരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുകയും പിഴവുകൾ പറ്റുകയും ചെയ്തപ്പോൾ പോലും ഇക്കാര്യത്തിൽ നിന്നും, അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാനോ യാതൊരു തീരുമാനവും അദ്ദേഹം എടുത്തിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ട്രംപിനെ നേരിടാനുള്ള ഒരു ശേഷി ഇദ്ദേഹത്തിന് ഇല്ല എന്ന് വളരെ കൃത്യമായി പല നേതാക്കന്മാരും, അതായത് മുൻ പ്രസിഡന്റ്, ഡെമോക്രാറ്റിക് പാർട്ടികളുടെ മുൻ പ്രസിഡന്റുമാർ വരെ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതൊരു പോരാട്ടത്തിന്റെ സ്വഭാവം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിച്ചുവെന്ന് ബൈഡന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനമുണ്ടായി എന്ന് നിലവിലെ സാഹചര്യത്തിൽ കരുതുക വയ്യ. എങ്കിൽ കൂടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അത്തരത്തിലൊരു നീക്കം സാധ്യമല്ല എന്ന നിലപാട് തന്നെയായിരുന്നു പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പലരും ഇത് തുറന്നു പറയുകയും മാധ്യമങ്ങളോട് പോലും സെനറ്റർമാരും അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസ് അംഗങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രശ്നം അതീവ സങ്കീർണമായത്. മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ മിൽവോക്കിയിൽ നടന്ന ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ ട്രംപ് വ്യക്തമാക്കിയത് മെക്സിക്കൻ കുടിയേറ്റം, അതുപോലുള്ള രാജ്യത്തിന്റെ പണപ്പെരുപ്പം, അതുപോലെ തന്നെ അധിക നികുതി, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം കർശന നിലപാടെടുക്കുമെന്ന വളരെ കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, പല മാധ്യമങ്ങളിലും ഇസ്ലാമിക തീവ്രവാദമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി, റഷ്യ ഉക്രൈൻ വിഷയങ്ങളൊന്നും അത് വളരെ ചെറിയ വിഷയങ്ങളാണ് എന്നെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന അല്ലെങ്കിൽ പരോക്ഷമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഉറച്ച കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ നേരിടുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സാധ്യമാകുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ കരുതുക വയ്യ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ശക്തമായൊരു മത്സരം സൃഷ്ടിക്കാൻ ഒട്ടും സാധ്യമല്ലാത്തൊരു സാഹചര്യം ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഉണ്ടാകുമെന്ന ഒരു നിലപാട് കൂടി പുറത്തു വന്നതോടെ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് ഇറങ്ങാൻ പോലും സാധ്യമല്ലാത്ത ഇപ്പോൾ ഈ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് നൽകി ആ പത്രക്കുറിപ്പിന്റെ വിശദീകരണം നൽകുന്നതിനെ അടുത്ത ആഴ്ച മാധ്യമങ്ങൾ പൊതുജനങ്ങളെ കാണുമെന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് പോലും പ്രസിഡന്റ് എത്തിയ ഒരു പശ്ചാത്തലത്തിൽ, ക്വാറന്റൈനിലായ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിന്നിരുന്നു. ആ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുക എന്നത് വീഴ്ചയുടെ ആഘാതം കുറയ്ക്കുക എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടികൾ രഹസ്യമായെങ്കിലും എടുത്തിരിക്കുന്നത് എന്ന് അനുമാനിക്കാവുന്നതാണ്. ഒരു മത്സരം സൃഷ്ടിക്കാനുള്ള സാധ്യത തുലവും കുറവാണെങ്കിലും ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ഒരു മത്സരമായിരിക്കുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കമലാ ഹാരിസിന് സാധ്യമാകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇത് നേരത്തെ അങ്ങനെ കമലാ ഹാരിസ് കൂടി മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഐസൻ ജോസ്, നമുക്ക് അതേപ്പറ്റി പ്രവചിക്കാൻ കഴിയുന്നില്ല. കാരണം നവംബറിലാണ് ഇലക്ഷൻ, ഇനിയും അതിന് മാസങ്ങൾ കിടക്കുന്നു. അതുകൊണ്ട് ഏത് തരത്തിലേക്ക് ആ ഒരു പ്രചാരണ ഘട്ടം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളിൽ ആര് മികവ് നേടും അതൊക്കെ പറയാനുള്ള സമയം ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, അല്ലെങ്കിൽ ഈ കമലാ ഹാരിസിനെയും ഡൊണാൾഡ് ട്രംപിനെയും ഇവർ രണ്ടുമായിരിക്കുമല്ലോ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ. അങ്ങനെ വരികയാണെങ്കിൽ പൊതുവെ ഇവർ തമ്മിലുള്ള മത്സരത്തെ നമുക്ക് ഈ പ്രാഥമിക ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താൻ കഴിയും ഐസൻ ജോസ്? തീർച്ചയായും പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ അമേരിക്കയ്ക്ക്, അതായത് പല വിദേശകാര്യ നിരീക്ഷകരും അതുപോലെ തന്നെ പല സമയങ്ങളിലും ഭാരതീയർ ഉൾപ്പെടെ, അതായത് ഭാരതീയർ അമേരിക്കയിൽ പ്രവർത്തിച്ച അംബാസഡർമാരും അവിടുത്തെ രാഷ്ട്രീയത്തെ നേരിട്ട് കാണുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തവർ പോലും സൂചിപ്പിക്കുന്നത് ഒരു റൈറ്റ് ഓപ്ഷൻ ഓഫ് പ്രസിഡന്റ്, അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൃത്യമായ അമേരിക്കയുടെ ആശയങ്ങളും അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളുടെയും അതുപോലെ തന്നെ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നിലവിലെ രണ്ട് പ്രസിഡന്റുമാർ, അതായത് ജോ ബൈഡനെ ചേർത്താണ് നേരത്തെ പറഞ്ഞത്, അല്പസമയം മുമ്പ് വരെ ജോ ബൈഡനായിരുന്നു സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് തന്നെ ട്രംപും ജോ ബൈഡനെയും തുലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജോ ബൈഡന്റെ തട്ട് വളരെ താഴ്ന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് ദുർബലമായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ദുർബലമായ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ, അതായത് ആശയാദർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു രാജ്യമെന്ന ആശയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ഏത് രീതിയിലുള്ള പ്രസിഡന്റ് വേണം എന്ന ചോദ്യത്തിന് രണ്ട് പ്രസിഡന്റുമാരും അയോഗ്യർ എന്ന നിരീക്ഷണം പല രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ജനകീയതയും അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിലെ സാധ്യതകളും പരിശോധിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ് വിജയം എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ തവണ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് ഡൊണാൾഡ് ട്രംപ് പരാജയം സംഭവിക്കുന്നത്. ഇന്ന് ആ ഭൂരിപക്ഷത്തിന്റെ, അതായത് നഷ്ടപ്പെട്ട ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയിലേറെ നേടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയായിരുന്നു ജോ ബൈഡന്റെ ഈ സ്ഥാനാർത്ഥിത്വം നിലനിൽക്കുന്നതോടെ ഉണ്ടായത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിലുണ്ടായ വധശ്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ട്രംപിന്റെ താരമൂല്യം വർദ്ധിപ്പിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല മറ്റു പല വിഷയങ്ങൾ നേരത്തെ അറിയാവുന്നതാണ്. ട്രംപ് ആദ്യം തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ, അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ എടുത്ത നിലപാടുകൾ, കുടിയേറ്റം സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ തന്റെ രാജ്യത്തെ ജോലികൾ മറ്റു രാജ്യത്തുള്ള ചില പ്രത്യേക വിഭാഗക്കാർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന് പോലും വളരെ കൃത്യമായി മിൽവോക്കിയിൽ പ്രസംഗിച്ച ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിച്ച് കൃത്യമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മിൽവോക്കിയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കൂടി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറെ ദൂരം മുന്നോട്ട് പോയ ഒരു പശ്ചാത്തലമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കമലാ ഹാരിസ് കൂടി മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഐസൺ ജോസ് ആ ഒരു കാര്യം കൂടി വിശദീകരിച്ചാൽ, കമലാ ഹാരിസ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതകൾ ഏറെയുണ്ടല്ലോ. പ്രത്യേകിച്ചും കമലാ ഹാരിസിന് ഭാരതവുമായിട്ടുള്ളൊരു ബന്ധം, ആ ഒരു ബന്ധമൊക്കെയുള്ള ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് വരുമ്പോൾ അതേത് തരത്തിൽ കമലാ ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഏത് തരത്തിൽ ഈ അവസരത്തിൽ വിലയിരുത്താൻ കഴിയും ഐസൺ ജോസ്? തീർച്ചയായും കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും അവർ ഇന്ത്യൻ വംശജയാണ് എന്നതിനപ്പുറം അമേരിക്കയിൽ ജനിച്ചൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ജനിച്ചൊരു വ്യക്തിക്ക്, ഇന്ത്യൻ വംശജയായ ഒരു വ്യക്തിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് ഋഷി സുനക് സ്ഥാനമൊഴിഞ്ഞത്. അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഋഷി സുനക് സ്ഥാനമൊഴിഞ്ഞത്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ അടിസ്ഥാനമുള്ള അല്ലെങ്കിൽ ഭാരതീയ വംശജർ വലിയ രാജ്യങ്ങളുടെ നേതൃപദവിയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു സംഭവം
സംഭവമായി തന്നെ അത് പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല മറ്റു പല വിഷയങ്ങൾ ഇപ്പോൾ വൈസ് പ്രസിഡന്റായി ട്രംപ് പ്രഖ്യാപിച്ച വ്യക്തിയുടെ ഭാര്യ ഒരു ഭാരതീയ പശ്ചാത്തലമുള്ള ആളാണ് എന്ന വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു പശ്ചാത്തലമെല്ലാം തന്നെ വരുമ്പോൾ കുറെ കൂടി വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ അമേരിക്കൻ സ്റ്റേറ്റ് വിസിറ്റ് നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കമല ഹാരിസിന്റെ ഭാരതവുമായുള്ള ബന്ധം അറിയിക്കുകയും അത്തരത്തിൽ ആ ബന്ധത്തെ ശ്ലാഘിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. തീർച്ചയായും അതെല്ലാം തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളും നിലവിൽ തന്നെ ശക്തമായ ബന്ധം നിലനിർത്തുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഒരു അമേരിക്കൻ വംശജ അല്ലെങ്കിൽ ശുദ്ധ അമേരിക്കൻ വംശജ എന്നതിനപ്പുറം ഒരു വൈസ് പ്രസിഡന്റായി മാറിയ ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള സ്വാധീന ഘടകങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നതും ഒരു വസ്തുത തന്നെയാണ്. എന്ത് തന്നെയായാലും ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ കമല ഹാരിസിനെ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ സാധിച്ചില്ല എങ്കിൽ കൂടി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഡെമോക്രാറ്റുകൾക്ക് റിപ്പബ്ലിക്കുകളെ തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എങ്കിൽ കൂടി അടുത്ത തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലോ ശക്തമായ സാന്നിധ്യമായി കമല ഹാരിസ് മാറാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ തന്റെ വിജയത്തിന് പിന്നിലുള്ള ശക്തമായ പ്രേരണയായി കമല ഹാരിസ് തുടർന്നിരുന്നുവെന്ന് ജോ ബൈഡൻ പറയുമ്പോൾ അത് തീർച്ചയായും ഡെമോക്രാറ്റുകളിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിനെ സാധ്യമാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ പശ്ചാത്തലങ്ങളെല്ലാം കൂടി പരിശോധിക്കുമ്പോഴാണ് കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെ പ്രയോജനകരമായി മാറുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ലാത്തത് നിരീക്ഷകർക്ക് എല്ലാവർക്കും. എന്തു തന്നെയായാലും കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ നിലവിൽ സാഹചര്യം അനുസരിച്ച് സൂചനകളും അതുപോലെ തന്നെ മറ്റു കൃത്യതയാർന്ന നിരീക്ഷണങ്ങളുമാണ് കമല ഹാരിസ് സ്ഥാനാർത്ഥിയാകുമെന്ന അല്ലെങ്കിൽ കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നത്. ഈ സൂചനകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ കമല ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ വംശജയായ ഇന്ത്യൻ ഒറിജിനുള്ള ഒരു വ്യക്തി ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഏറ്റവും യോഗ്യയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാനുള്ള വഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് തന്നെയായാലും അത് ഇന്ത്യയുമായുള്ള അല്ലെങ്കിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അന്താരാഷ്ട്ര ബന്ധങ്ങളെ നിരീക്ഷിക്കുന്നവർ ചൂണ്ടിക്കാണിച്ചിരുന്നു നേരത്തെ തന്നെ. നിലവിലെ സാഹചര്യത്തിൽ ഇതെല്ലാം സംബന്ധിച്ച ചർച്ചകളും മറ്റു കാര്യങ്ങളും ഇനിയും തുടരേണ്ടതുണ്ട്. അതായത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഇരുട്ടും വരെ തീരുമാനമെടുക്കാതിരുന്ന ബൈഡൻ ഇന്ന് രാവിലെ എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടായി ഇപ്പോൾ ബൈഡന്റെ തീരുമാനം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ മുതൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ഇന്നു മുതൽ അമേരിക്കയിൽ വ്യാപകമായ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. അത്തരത്തിൽ ചർച്ചകൾ നടക്കുകയാണെങ്കിൽ പല ലോബികളും അതായത് പല തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രഷർ ചെലുത്താവുന്ന പ്രഷർ ലോബികളുണ്ട് അമേരിക്കയിൽ. ഈ പ്രഷർ ലോബികളെല്ലാം തന്നെ ഒരുപക്ഷെ മാറിമറിയാനുള്ള സാധ്യതകൾ കൂടി പറയാവുന്നതാണ്. കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം വിജയ സാധ്യതകൾ എത്ര കണ്ട് പ്രവചിക്കാൻ സാധിക്കില്ല എങ്കിൽ കൂടി അതിശക്തമായ മത്സര സാധ്യത ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഈസി വോക്ക് ഓവറിനുള്ള സാധ്യത നിലവിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ് കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചന എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെയധികം നന്ദി ഐസൻ ജോസ്. ഈ സമയത്തും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയതിന് വളരെയധികം നന്ദി. കാരണം അമേരിക്കൻ നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡനാണ് താൻ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്നുള്ള വളരെ നിർണായകമായ പ്രഖ്യാപനം ഈ അവസരത്തിൽ അറിയിക്കുന്നത്. അങ്ങനെ കമല ഹാരിസ് സ്ഥാനാർത്ഥിയായി മുമ്പിലേക്ക് വരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും തമ്മിലായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുക. ഇവർ രണ്ടിൽ ആരായാലും ഭാരതവുമായി നല്ല ബന്ധം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കമല ഹാരിസ് നമുക്കറിയാം ഇന്ത്യൻ വംശജയാണ്. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹവും നരേന്ദ്രമോദിയും തമ്മിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാരികൾ എന്നുള്ള നിലയിൽ മാത്രമല്ല വ്യക്തിപരമായി പോലും അവർ തമ്മിൽ ഏറെ അടുപ്പമുള്ളവരാണ് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.